നമസ്കാരം. മകരം രാശിക്കാർക്ക്, അതായത് ഉത്രാടത്തിന്റെ അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി നക്ഷത്ര ജാതകർക്ക് 2026 രാഹുകേതു മാറ്റം ജീവിതത്തിൽ നിർണായകമായ വഴിത്തിരിവുകളാണ് സമ്മാനിക്കുന്നത്. ഈ വർഷം രാഹു ധനകുടുംബസ്ഥാനമായ 2ാം ഭാവത്തിലും കേതു 8ാം ഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത്. ഈ 2-8 അച്ചുതണ്ടിലൂടെയുള്ള ഗ്രഹസഞ്ചാരം പ്രധാനമായും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിലും കുടുംബജീവിതത്തിലും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്നതാണ്. അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങളും തൊഴിൽപരമായ ഉയർച്ചകളും കാത്തിരിക്കുന്നതോടൊപ്പം തന്നെ വാക്കുകളിലും പ്രവൃത്തികളിലും അല്പം ജാഗ്രത പുലർത്തേണ്ടെന്ന ഒരു സമയം കൂടിയാണ്. 2026 നക്ഷത്ര മാറ്റങ്ങൾക്കും മാസങ്ങൾക്കും അനുസരിച്ച് നിങ്ങളുടെ തൊഴിൽ, ധനം, കുടുംബം, ആരോഗ്യം എന്നീ മേഖലകളിൽ സംഭവിക്കുവാൻ പോകുന്ന മാറ്റങ്ങളുടെ ഒരു പൂർണ്ണ രൂപം ഈ അധ്യായത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ജനുവരി മുതൽ മാർച്ച് വരെ രാഹു ചതയത്തിലും കേതു പൂരം നക്ഷത്രത്തിലുമാണ് സഞ്ചരിക്കുന്നത്. ഈ കാലയളവിൽ കേതു പൂരം നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്നതിനാൽ തൊഴിൽ മേഖലയിൽ നിങ്ങൾ എടുക്കുന്ന കഠിനാധ്വാനത്തിന് കൃത്യമായ ഒരു പ്രതിഫലം ലഭിക്കുന്നതാണ്. ജോലിയിൽ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നവർക്ക് നിങ്ങളുടെ മേലധികാരികളിൽ നിന്നും അംഗീകാരവും ലഭിക്കും. പൂർത്തിയാകാതെ കിടന്ന പ്രോജക്റ്റുകൾ വിജയിപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും വിദേശത്തേക്ക് പോകുവാൻ ശ്രമിക്കുന്നവർക്കും തടസ്സങ്ങൾ മാറി അവസരങ്ങൾ തെളിഞ്ഞു വരുന്ന ഒരു വർഷം തന്നെയാണ്. പേപ്പർ വർക്കുകൾ വേഗത്തിലാക്കുവാൻ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. രാഹു ചതയത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ സമയം തൊഴിലിൽ നിന്നുള്ള വരുമാനത്തിൽ തീർച്ചയായും വർധനവുണ്ടാകുന്നതാണ്. ശമ്പള വർധനവിനോ ആനുകൂല്യങ്ങൾക്കോ വേണ്ടി നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതുമാണ്. ഏപ്രിൽ മാസം മുതൽ ഓഗസ്റ്റ് മാസം ആദ്യവാരം വരെ രാഹു ചതയത്തിലും കേതു മകത്തിലുമാണ് സഞ്ചരിക്കുന്നത്. വർഷത്തിലെ സാമ്പത്തികമായും തൊഴിൽപരമായും ഏറ്റവും മികച്ച ഒരു സമയമാണ്. രാഹു സാമ്പത്തിക നേട്ടങ്ങളുടെ നക്ഷത്രത്തിലും കേതു അനുകൂലമായ മകൻ നക്ഷത്രത്തിലുമാണ് സഞ്ചരിക്കുന്നത്. കുടുംബ ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. പാർട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ ലാഭം വർദ്ധിക്കും. രാഹു 2ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ജോലിസ്ഥലത്തെ സംസാരത്തിൽ ഒരു മിതത്വം പാലിക്കണം. ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കുവാൻ മെയിലുകളും മീറ്റിങ്ങുകളിലും ഒരു വ്യക്തത നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. തൊഴിലിൽ സ്ഥിരതയും സ്ഥാനക്കയറ്റവും ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഓഗസ്റ്റ് മാസം 2ാം തീയതി മുതൽ വർഷാവസാനം വരെ രാഹു അവിട്ടം നക്ഷത്രത്തിലും കേതു മകത്തിലുമാണ് സഞ്ചരിക്കുന്നത്. ഓഗസ്റ്റ് 2-ന് രാഹു അവിട്ടം നക്ഷത്രത്തിലേക്ക് മാറുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വലിയ രീതിയിൽ വർദ്ധിക്കും. ജോലിസ്ഥലത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാൻ നിങ്ങൾ ധൈര്യവും കാണിക്കുന്നതാണ്. ടീം ലീഡർ, മാനേജർ തുടങ്ങിയ തസ്തികകളിലേക്ക് ഉയരുവാൻ ഈ സമയം നിങ്ങളെ സഹായിക്കുന്നതുമാണ്. സ്വന്തമായി എന്തെങ്കിലും തുടങ്ങണോ അല്ലെങ്കിൽ നിലവിലുള്ള ജോലിയിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്തുവാനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു സമയം ധൈര്യമായി തന്നെ മുൻപോട്ട് പോകാവുന്നതാണ്. ജനുവരി മുതൽ മാർച്ച് വരെ സാമ്പത്തികത്തിന്റെ കാര്യത്തിൽ വർഷത്തിന്റെ തുടക്കം ഏറ്റവും ഗുണകരമാണ്. രാഹു ലാഭസ്ഥാനത്തിന് അനുകൂലമായ ചതയത്തിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ്. ഈ സമയം കയ്യിൽ പണം വന്നു ചേരുവാനുള്ള വഴികൾ തെളിയുന്നതാണ്. ജോലിയിൽ നിന്നോ ബിസിനസ്സിൽ നിന്നോ ഉള്ള വരുമാനം തടസ്സങ്ങളില്ലാതെ ലഭിക്കുന്നതാണ്. കേതു പൂരം നക്ഷത്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ മുമ്പ് നടത്തിയ സാമ്പത്തിക ശ്രമങ്ങളുടെ ഫലം ഈ സമയത്ത് കയ്യിൽ വന്നു ചേരും. ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് 2 വരെയുള്ള സമയം രാഹു ചതയത്തിലും കേതു മകത്തിലുമാണ് സഞ്ചരിക്കുന്നത്. ഈ വർഷത്തെ സാമ്പത്തിക നേട്ടങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലയളവാണ് ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയുള്ള പീരീഡ്. രാഹുവും കേതുവും ധനസമ്പാദനത്തിന് അനുകൂലമായ നിലയിലാണ് കാണുന്നത്. രാഹു 2ാം ഭാവത്തിൽ ശക്തനായി നിൽക്കുന്നത് കൊണ്ട് തന്നെ അനാവശ്യമായ ചിലവുകൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ കുറയ്ക്കുവാനും പണം സമ്പാദിക്കുവാനും സാധിക്കും. ബാങ്ക് ബാലൻസ് ഉയർത്തുവാൻ പറ്റിയ ഒരു സമയമാണ്. കേതു മകത്തിലേക്ക് മാറുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നോ പൂർവിക സ്വത്തുക്കളിൽ നിന്നോ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. ഭൂമി സംബന്ധമായ ഇടപാടുകൾക്ക് അനുകൂലമായ ഒരു സമയം കൂടിയാണ്. നിങ്ങളുടെ പഴയ കടങ്ങൾ തീർക്കുവാനോ അല്ലെങ്കിൽ ലോണുകൾ അടച്ചു തീർക്കുവാനോ ഉള്ള പണം തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു ടൈം പീരീഡിൽ കണ്ടെത്തുവാൻ സാധിക്കും. ഓഗസ്റ്റ് മാസത്തിന്റെ 2ാമത്തെ ആഴ്ച മുതൽ വർഷാവസാനം വരെ രാഹു ചൊവ്വയുടെ നക്ഷത്രമായ അവിട്ടത്തിലേക്കാണ് മാറുന്നത്. സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ധൈര്യം ഇത് നൽകുന്നതാണ്. പണം വെറുതെ കയ്യിൽ വയ്ക്കാതെ തന്നെ അത് വർദ്ധിക്കത്ത രീതിയിൽ തന്നെ പുതിയ നിക്ഷേപങ്ങളിലോ അല്ലെങ്കിൽ ബിസിനസ്സിലോ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുവാൻ സാധിക്കും. മറ്റുള്ളവരുടെ സഹായമില്ലാതെ തന്നെ സ്വന്തം കഴിവുകൊണ്ട് പണം ഉണ്ടാക്കുവാനുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങളിൽ വർദ്ധിക്കുന്ന ഒരു കാലയളവാണ്. നിങ്ങളുടെ ഭാവിയിലേക്കുള്ള സാമ്പത്തിക സുരക്ഷിതത്വത്തിന്
വേണ്ടിയിട്ടുള്ള ഒരു പോളിസിയോ അല്ലെങ്കിൽ നിക്ഷേപങ്ങളോ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു സമയം ഉചിതമാണ്. ഇനി നമ്മൾ പോകുന്നത് കുടുംബവും ദാമ്പത്യവുമാണ്. ഇവിടെ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ രാഹു സ്വന്തം നക്ഷത്രമായ ചതയത്തിലും കേതു മാർച്ച് വരെ പൂരത്തിലും തുടർന്ന് മകത്തിലുമാണ് സഞ്ചരിക്കുന്നത്. രാഹു രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ കുടുംബാംഗങ്ങളുമായോ പങ്കാളിയുമായോ സംസാരിക്കുമ്പോൾ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. ഉദ്ദേശശുദ്ധിയോടെ പറയുന്ന കാര്യങ്ങൾ പോലും മറ്റുള്ളവർ തെറ്റായി വ്യാഖ്യാനിച്ചേക്കാം. അതിനാൽ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുന്നത് ദാമ്പത്യ ഐക്യം നിലനിർത്തും. മാർച്ച് മാസം വരെ പങ്കാളിയുമായി ചെറിയ രീതിയിലുള്ള മാനസിക അകലമോ തൊഴിൽപരമായ കാരണങ്ങളാൽ നിങ്ങൾ മാറി നിൽക്കേണ്ടെന്ന ഒരു സാഹചര്യമോ ഉണ്ടായേക്കാം. ഏപ്രിൽ മാസം മുതൽ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്ന ഒരു സമയമാണ്. വീട്, കുടുംബസ്വത്ത്, മുതിർന്നവർ എന്നിവരുമായുള്ള ബന്ധം ഗുണകരമാവുകയും അവരിൽ നിന്ന് ദാമ്പത്യ ജീവിതത്തിന് പിന്തുണ ലഭിക്കുകയും ചെയ്യും. ഓഗസ്റ്റ് മാസം മുതൽ വർഷാവസാനം വരെ കുടുംബജീവിതത്തിൽ പുതിയൊരു ഊർജം ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് കുടുംബകാര്യങ്ങളിൽ മുൻകൈയെടുക്കുവാനും നിർണായകമായ തീരുമാനങ്ങൾ നടപ്പിലാക്കുവാനും ഈ സമയം നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ പങ്കാളിയുമായുള്ള ആശയവിനിമയം കൂടുതൽ തുറന്നതാകുന്നതുമാണ്. അവിട്ടം നക്ഷത്രത്തിന്റെ സ്വാധീനം മൂലം നിങ്ങൾ പെട്ടെന്ന് ഒന്ന് അഗ്രസീവ് ആകുവാനോ അല്ലെങ്കിൽ കുടുംബത്തിൽ അധികാരം സ്ഥാപിക്കുവാനുമുള്ള ഒരു പ്രവണത ഈ ഒരു ടൈം പീരീഡിൽ കൂടുതലായിരിക്കും. ഇത് നിങ്ങളുടെ പങ്കാളിയുമായി അനാവശ്യമായ തർക്കങ്ങൾക്ക് വഴിവെക്കാതെ നോക്കേണ്ടതുണ്ട്. ക്ഷമയോടെയുള്ള സമീപനം ദാമ്പത്യം തീർച്ചയായിട്ടും സന്തോഷകരമാക്കുന്നതാണ്. പങ്കാളിയുടെയോ അല്ലെങ്കിൽ കുടുംബത്തിലെ മുതിർന്നവരുടെയോ ആരോഗ്യകാര്യങ്ങളിൽ ഈ ഒരു ഘട്ടത്തിൽ, അതായത് ഓഗസ്റ്റ് മാസത്തിന് ശേഷം നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടി വരും. ഇനി വിദ്യാഭ്യാസപരമായി നോക്കുമ്പോൾ ജനുവരി മാസം മുതൽ ഓഗസ്റ്റ് വരെയുള്ള സമയം 8ാം ഭാവത്തിലെ കേതുവിന്റെ സാന്നിധ്യം ആഴത്തിലുള്ള പഠനത്തിനും ഗവേഷണത്തിനും സഹായിക്കുന്നതാണ്. രാഹു 2ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ പഠനത്തിൽ ഇടയ്ക്കിടെ ശ്രദ്ധ മാറുവാനും പഠിച്ച പാഠഭാഗങ്ങൾ മനപാഠമാക്കുവാൻ കൂടുതൽ സമയമെടുക്കുവാനും സാധ്യത കാണുന്നുണ്ട്. വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പേപ്പർ വർക്കുകൾ വേഗത്തിലാക്കുവാനും അഡ്മിഷൻ ലഭിക്കുവാനും ഈ സമയം സഹായിക്കും. ഓഗസ്റ്റ് മാസത്തിന് ശേഷം വർഷാവസാനം വരെ രാഹു അവിട്ടം നക്ഷത്രത്തിലേക്ക് മാറുന്നത് വിദ്യാർത്ഥികളിൽ മത്സര ബുദ്ധി വർദ്ധിപ്പിക്കുന്നതാണ്. സർക്കാർ ജോലിക്ക് വേണ്ടിയോ എൻട്രൻസ് പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കും ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതുവാനും അതിൽ വിജയം നേടുവാനും സാധിക്കും. 2026 രാഹു 2ാം ഭാവത്തിലും കേതു 8ാം ഭാവത്തിലും നിൽക്കുന്നത് കൊണ്ട് ഉണ്ടായേക്കാവുന്ന ബുദ്ധിമുട്ടുകൾ മാറുവാൻ മാസത്തിലൊരിക്കൽ ജന്മനക്ഷത്ര ദിവസം ഗണപതി ക്ഷേത്ര ദർശനം നടത്തുകയോ അവിടെ കറുകമാല സമർപ്പിക്കുകയോ ചെയ്യുന്നത് ഗുണകരമാണ്. നിങ്ങളുടെ വാക്ക് ശുദ്ധമാക്കുവാനും കുടുംബ ഐക്യത്തിനു വേണ്ടി ഐക്യമത്യ പുഷ്പാഞ്ജലി കൂടി നടത്തുന്നത് ഏറ്റവും ഉചിതമായി കാണുന്നുണ്ട്. ഒപ്പം നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തിയാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലെ പ്രാർത്ഥനയിലും പൂജയിലും ചേർക്കുന്നതുമാണ്. ചുരുക്കത്തിൽ 2026 മകരം രാശിക്കാർക്ക് സാമ്പത്തിക അടിത്തറ ശക്തമാക്കുവാനും തൊഴിലിൽ ഉയരങ്ങൾ കീഴടക്കുവാനും ലഭിക്കുന്ന മികച്ച അവസരമാണ്. വർഷത്തിന്റെ ആദ്യ പകുതി ധനസമ്പാദനത്തിനും വിദേശ അവസരങ്ങൾക്കും മുൻതൂക്കം നൽകുമ്പോൾ 2ാം പകുതി എന്ന് പറയുന്നത് ഉദ്യോഗ കയറ്റത്തിനും അധികാര ലബ്ധിക്കും വഴിയൊരുക്കുന്നുണ്ട്. വാക്കുകളിലെ മിതത്വവും കുടുംബ ബന്ധങ്ങളിലെ ക്ഷമയും കൈമുതലാക്കിയാൽ ഈ വർഷത്തെ വെല്ലുവിളികളെ നിങ്ങൾക്ക് അനായാസം മറികടക്കുവാൻ സാധിക്കും. നിങ്ങളുടെ പഴയ കടബാധ്യതകൾ തീർക്കുവാനും ഭാവിയിലേക്ക് സമ്പാദിക്കുവാനും സ്വന്തം വ്യക്തിത്വം തെളിയിക്കുവാനും ഈ കാലയളവ് നിങ്ങളെ സഹായിക്കുന്നതാണ്. വരുന്ന മാറ്റങ്ങളെ ആത്മവിശ്വാസത്തോടെ നേരിടുക. തീർച്ചയായും നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ്. ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയൊരു അധ്യായവുമായി വീണ്ടും കാണാം. ഏവർക്കും നന്ദി, നമസ്കാരം.